ഒറ്റവാക്കിൽ ഒതുങ്ങിയ പ്രതികരണം 2019 ഈ കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിലാണ് ചോദ്യം ചെയ്തത്. അത് അദ്ദേഹം പ്രതിരോധിക്കത്തക്ക രീതിയിൽ മറുപടി പറയുമ്പോഴും ആ ഒരു വാചകം മാത്രം ഉയർത്തി ഇനി പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അടക്കം കടന്നപ്പോഴും ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ എൻ വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നപ്പോഴും അത് CPM-ഉമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കടകംപള്ളി പറഞ്ഞ ഈ വാചകങ്ങളിൽ CPM-ന്റെ പ്രതിരോധം ഉയർത്താൻ കഴിയുമോ? ഇതിൽ നമ്മൾ രാവിലെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിടത്ത് തന്നെ വേണം തുടങ്ങാൻ. അതായത് CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ്, വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകും തോറും CPM എത്തുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. അതിൽ വാസുവിന്റെ അറസ്റ്റിനെ പാർട്ടിക്ക് സ്വാഭാവികമായ ചില ന്യായങ്ങളിലൂടെ തടയാൻ കഴിഞ്ഞു. കാരണം വാസു CPM-മായി അടുത്ത ബന്ധമുള്ള ഒരാളെന്നതിനപ്പുറത്തേക്ക് വാസു ഏതെങ്കിലും പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലിരുന്ന ആളല്ല. പക്ഷേ പത്മകുമാറിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പത്മകുമാർ പത്തനംതിട്ടയിൽ CPM-ന്റെ മുഖമായിരുന്ന ആളാണ്. CPM-ന്റെ 45 വർഷക്കാലമോട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ്. പിന്നീട് വരുന്നത് വിജയകുമാറിലേക്കാണ്. വിജയകുമാർ ഇവരുടെ CPM-ന്റെ സർവീസ് സംഘടനയുടെ പ്രധാന ഭാരവാഹിയായി വർഷങ്ങളോളം ഇരുന്ന ആളാണ്. മാത്രമല്ല ഇപ്പോൾ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായി തുടരുന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തരെയും പാർട്ടിയുമായി അടുത്തടുത്ത് ബന്ധമുണ്ടായിരുന്ന ഓരോ ആളുകളെയും ഇപ്പോൾ ഓരോ ആളുകളും അറസ്റ്റിലാവുന്നു. ആ സമയത്തൊക്കെ പാർട്ടി പറഞ്ഞത് ഓരോ ന്യായങ്ങളാണ്. ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കുറ്റപത്രം വരട്ടെ, അതിനുശേഷം നടപടിയെടുക്കാമെന്നാണ്. പക്ഷേ ഇപ്പുറത്ത് CPI അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ പറയുന്നു തെറ്റായിപ്പോയി, CPM എടുത്ത തീരുമാനം ശരിയായില്ല, പത്മകുമാറിനെ പുറത്താക്കാതിരുന്നത്, പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയാണ്, അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രധാനപ്പെട്ട തിരിച്ചടികളുടെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം CPM-നെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മുൻ മന്ത്രി കൂടിയായ CPM-ന്റെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കളിൽ ഒരാളായ കടകംപള്ളിയെ SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ തുടർ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് SIT ചോദിച്ചത്, എന്തൊക്കെയാണ് മറുപടിയാണ് കടകംപള്ളി നൽകിയത്, അത് എത്രത്തോളം ആ മറുപടികളെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അതായത് കടകംപള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സംഭവവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഒരുപക്ഷെ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളുമുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ വേണം നോക്കിക്കാണാൻ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ഇനിയുള്ളത് മാസങ്ങൾ മാത്രമാണ് ബാക്കി. ആ സമയത്ത് CPM-ന്റെ മറ്റൊരു പ്രമുഖ നേതാവിലേക്ക് ഈ കേസിന്റെ അന്വേഷണം എത്തിയാൽ CPM-നെ സംബന്ധിച്ച് പറഞ്ഞു നിൽക്കാനാവാത്ത തരത്തിലേക്ക്, അത്രമേൽ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് CPM നിബന്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയങ്ങളും വേണ്ട. മാത്രവുമല്ല, നോക്കൂ, CPM ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ഒരു സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് CPM-ന്റെ നോമിനിയായിരുന്നു പത്മകുമാർ. ആ പത്മകുമാറാണ് CPM-ന്റെ നോമിനിയായി ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുന്നത്. CPM-ന്റെ നോമിനിയായിരുന്നു വിജയകുമാർ. ആ വിജയകുമാറാണ് CPM-ന്റെ നോമിനിയായി ശബരിമല ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നത്. അന്നത്തെ ആ രണ്ടുപേരും ജയിലിലായിരിക്കുന്നു.